ഒച്ച ഉണ്ടാക്കരുത്. ലതാകുമാരി പറഞ്ഞതുപോലെ ഒച്ച ഉണ്ടാക്കരുത്. ഒന്നും മിണ്ടായി. ഡോറുള്ള വായിക്കൊള്ളാത്ത വിട്ടേ. ലതാകുമാരി പറഞ്ഞതുപോലെ വിട്ടേരെ. അതിരിക്കുന്ന ബാഗ്. ഓ ഞാനൊന്ന് തൊട്ടോട്ട് ലതാകുമാരി പറഞ്ഞതുപോലെ ഞാനും ഒന്ന് തൊട്ടോട്ടെ. പോ. എന്റെ ചേച്ചി ആയോണ്ട് പറയല്ല, അനിയത്തിന്ന് വെച്ചാ ജീവന. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ സാർ എന്നെ തല്ലുമ്പോ കരയുന്ന അവളായിരുന്നു. സ്നേഹമുള്ള സഹോദരങ്ങൾ അങ്ങനെ കുഞ്ഞെ. ലതാകുമാരി പറഞ്ഞതുപോലെ സ്നേഹമുള്ളവരൊക്കെ അങ്ങനെ. ഇതെന്താ ചേച്ചി? ഒന്നും കാണുന്നില്ലല്ലോ. ഇനി അപ്പുറത്ത് ആ സൈഡിൽ നോക്കൂ. ലതാകുമാരി പറഞ്ഞതുപോലെ അടി നോക്ക്. പിന്നെ ഈ ഡോളർ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ് കടത്തി കൊണ്ടുവരണത്. അയ്യോ ഇതെന്തിരി? ലതാകുമാരി പറഞ്ഞതുപോലെ എനിക്കൊരു സംശയം. അയ്യോ ചേച്ചി പതുക്കെ പറയാം. അയ്യോ ഇതൊന്നും സാധനം ചേച്ചി ഇതിലൊന്നും കാണുന്നില്ലല്ലോ. നോക്കട്ടെ. ഇതില് എനിക്കൊരു സംശയം. ഈ ഡോളറൊക്കെ ബുക്കിന്റെയും ബെൽറ്റിന്റെയും രൂപത്തിൽ മാറിക്കൊണ്ട് വന്നയാണോ? എന്റെ ചേച്ചി അവള് പറ്റിക്കത്തില്ല. ഇവിടെ എവിടെ ഇങ്ങനെ കാണില്ലോ ചേച്ചി. ലതാകുമാരി പറഞ്ഞതുപോലെ വല്ലോ. ഞങ്ങൾ നോക്കിയില്ല. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. അനീതിക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ലല്ലേ? അയ്യോ ചേച്ചി, വിശ്വാസക്കേടൊന്നും ഉണ്ടായിട്ടല്ലേ ചേച്ചി. പിന്നെ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരുമിച്ച് ഒരു കെട്ട് നോട്ട് കണ്ടിട്ടില്ല. അത് കാണാനുള്ളൊരു ആർത്തി, അതിമോഹം. അതുകൊണ്ടാ. അതെ, എവിടെയാ ചേച്ചി ഡോറലുള്ളത്? ഡോറലോ? ഡോളർ. കണ്ണുമ്പി തന്നെ കിടക്കല്ലേ? ഇതിനകത്ത് തന്നെ. എവിടെയാ ചേച്ചി എടുത്തേ? ഞാൻ കാണിച്ചുതരാം. നോക്ക്, ഇത് നീ 6ാം ക്ലാസ്സിൽ പഠിച്ച പടവായത്. ഇത് നോക്ക് നോക്ക്, നമ്മൾ 2ലും 3ലും പഠിച്ച പുസ്തകങ്ങളാ. ഇത് 6ാം മാസത്തിൽ നീ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാ ഈ സോക്സ്. കോടിക്കണക്കിന് രൂപയേക്കാൾ വിലയുണ്ടതിന്. എല്ലാം നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കല്ലേ ഞാൻ. സതി, എന്താ അനിയത്തി, എന്താ ബോധം കിട്ടി വീണേ? എനിക്കറിയാം, ഞാൻ സൂക്ഷിച്ചു വെച്ച അമൂല്യമായ വിലമതിക്കാനാവാത്ത ആ കോടികളേക്കാൾ ഡോളറിനേക്കാൾ വിലയുള്ള ഡോളറോ? അയ്യോ അത് ശരി. അനിയത്തി, സമ്പത്ത് കൈവരുമ്പോൾ സ്വഭാവം നഷ്ടപ്പെടുത്താൻ പാടില്ല അനിയത്തി, പാടില്ല. കുഞ്ഞേ, എന്ത് പറ്റി? അനിയത്തി 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 അമ്മ വല്ലതും തരണേ. അയ്യോ, ഈ ദരിദ്ര യാചകന് വല്ലതും തരണേ. രൂപ വേണ്ടമ്മ, പൈസ മതിയേ, പൈസ. ഈശ്വര, യാചകന്മാരോട് ആർക്കും കനിവില്ലെന്നോ? അയ്യോ സുഗുണേട്ടാ, മതി, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ കരയുന്നു, മതി. അപ്പ കല വിജയിച്ചു, എന്റെ വേഷവും വിജയിച്ചു. ഹാസ്യം പറയുമ്പോൾ കാണികൾ ചിരിക്കണം, വില്ലനെ കാണുമ്പോൾ ദേഷ്യം തോന്നണം, ആക്ഷൻ കാണുമ്പോൾ ത്രില്ല് തോന്നണം, പ്രേമരംഗം കാണുമ്പോൾ മൃദുല വികാരങ്ങൾ ഉണരണം. പ്രേക്ഷകരെ കൊണ്ട് അതൊക്കെ സാധിക്കുന്നവരാണ് യഥാർത്ഥ നടന്മാർ. ഞാനിപ്പോ യഥാർത്ഥ നടനായി. എന്നാൽ ഇത് ഇത്തിരി കടന്നുപോയി സുഗുണേട്ടാ. ഒരു ഭാര്യയ്ക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. സഹിക്കണം ശാരദ, സഹിച്ചേ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, കലാകാരന്റെ ഭാര്യ മുള്ളിന്മേൽ നടക്കുന്നവളായിരിക്കണം, മുൾക്കിരീടം ധരിക്കുന്നവളായിരിക്കണം. അവളുടെ വഴികളിൽ പൂമത്തെ പ്രതീക്ഷിക്കരുത്. ഈ വേദനകളെല്ലാം മാറും. എവിടെ? തിയേറ്ററിലെ ജനങ്ങളുടെ കയ്യടിയിൽ. സത്യൻ മാഷ് റിക്ഷ വലിച്ചപ്പോൾ തിയേറ്ററിൽ ഉയർന്ന ആ കയ്യടി, ആ കയ്യടിയിൽ അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ ദുഃഖം കുറഞ്ഞതുപോലെ എന്റെ ശാരദ, നിന്റെ സുഗുണേട്ടൻ സ്ക്രീനിൽ വരുമ്പോൾ തിയേറ്ററിൽ ഉയരുന്ന ആ ക്ലാപ്സിൽ നിന്റെ വേദനയും ആഹ്ലാദമായി മാറും. ഇത്രയും കുരിച്ചില്ലായിരുന്നു സുഗുണേട്ടാ. അത് ഞാൻ ഞാൻ കയ്യിൽ നിട്ടത്. ഞാൻ പറഞ്ഞില്ലേ, കലാകാരന്മാർ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കയ്യിൽ നിടണം. ആദ്യം സുഗുണേട്ടൻ എന്താ ഇംബ്രോ എന്ന് പറഞ്ഞത്? അത്
കൈ നിടുന്ന എന്റെ ഇംഗ്ലീഷ് വാക്കില്ലേ ഇംബ്ര, ബാക്കി കുറച്ചുകൂടെ ഉണ്ട്, അത് മറന്നുപോയി. ഇംപ്രവൈസ് എന്നാണോ? തന്നെ നീ കലാകാരന്റെ ഭാര്യ തന്നെ കേട്ടോ. എവിടെ നിന്നൊക്കെ പഠിച്ച് വളക്കിട്ട് വെച്ചിരിക്കണത്? നോക്കോ, ഞാൻ കൈ വിറയ്ക്കുന്നതായിട്ടൊന്ന് ഇമ്പ്ര, അല്ലെങ്കിൽ അത് വേണ്ട, കൈ നിടാൻ പോയാണ് ഞാൻ. നോക്കോ, കൈ വരയ്ക്കുന്നില്ലല്ലോ സുഗുണേട്ടാ. അവിടെ നിന്ന് എങ്ങനെ വിറയ്ക്കണ കാണാൻ പറ്റും? ഇങ്ങോട്ട് ഇറങ്ങി ഒന്ന് നോക്ക്, ചുമ്മാ ഒന്നും ഓരോന്ന് പറഞ്ഞോളൂ. നോക്കോ, നോക്കാം. കൈയുണ്ടല്ലേ ഇങ്ങനെ ഗിടുകിടാന്ന് വിറപ്പിക്കാൻ ആർക്കും പറ്റും. അത് സ്കൂളിലെ ഫാൻസി ഡ്രസ്സാണ്. പക്ഷേ ഉത്തമ കലാകാരൻ കൈ വിറയ്ക്കുന്നതായിട്ട് അഭിനയിക്കും. നോക്ക്, എന്റെ കൈ വിറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നില്ല. വിറയ്ക്കുന്നു അല്ലേ? നേരാ. ഇതിനെയാണ് അഭിനയിക്കാതെ അഭിനയിക്കുക എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞ അവാർഡ് അഭിനയം. ഈശ്വര, അപ്പൊ സുഗുണേട്ടന് അവാർഡ് കിട്ടുവോ? അതൊക്കെ നീ നോക്കിക്കോ. സംസ്ഥാനത്തിന്റെ അവാർഡാണോ? സംസ്ഥാനത്തിന്റെ അവാർഡും കൊണ്ട് ഇങ്ങ് വരട്ടെ, ഇപ്പൊ തന്നെ ചെന്ന് വാങ്ങിക്കാം. എടീ, ദേശീയ അവാർഡ്, ദേശീയ അവാർഡാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. സത്യം മാഷിനൊക്കെ കിട്ടിയതുപോലെ ചിലപ്പോ ഓസ്കാറും കിട്ടും. അവാർഡ് വാങ്ങിക്കാൻ അങ്ങ് അമേരിക്കയിൽ പോകേണ്ടി വരും. നേരാണോ? അപ്പൊ ഒരുപാട് കാശ് കിട്ടുമല്ലേ? ഓസ്കാർ അവാർഡ് എന്ന് വെച്ചാൽ മിനിമം $5 കോടി കിട്ടുന്നത്. $5 കോടി. $1 വെച്ചാ $1 എന്ന് വെച്ചാൽ 50 രൂപ. $5 കോടി എന്ന് വെച്ചാൽ 5 ഗുണം 50. അതൊരു വലിയ തുകയായിട്ട് വരും. ഓ, സത്യത്തിലേ എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല സുഗുണേട്ടാ. ഇത്രയും കാശ് കിട്ടുമ്പോഴേ നമുക്ക് കുറച്ച് ഭൂമി വാങ്ങണം, ഒരു വീടും വെക്കണം. അതൊന്നും വേണ്ട, നമുക്ക് മൊത്തം ബാങ്കിലിട്ടാ മതി. അതിടാം, ഒരു 50 കോടി ബാങ്കിലിടാം. ബാക്കിക്ക് കുറച്ചേ വസ്തു വീടും വേണം. ശാരദേ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ്, അതെങ്ങനെ ചിലവാക്കണമെന്ന് എനിക്കറിയാം കേട്ടാ. അത് ശരി, ഭർത്താവിന്റെ അഭിനയം പ്രോത്സാഹിപ്പിച്ചിട്ടേ കൂടെ നിന്നിട്ട് ഇപ്പൊ കോടികൾ കിട്ടിയപ്പോ ഞാനെന്ന് നീ എന്ന് രണ്ടായി അല്ലേ? ഭാര്യയുടെ പൂങ്കണ്ണീര് കണ്ടെന്നും ഈ സുഗുണന്റെ മനസ്സ് മാറത്തില്ല. സുഗുണൻ ഒരു കാര്യം തീരുമാനിച്ചോ അത് തീരുമാനിച്ചതാണ്. തീർച്ചയാണോ? സുഗുണൻ ഒരു വാക്ക് പറഞ്ഞാ പിന്നെ ഒരിക്കൽ കൂടെ തീർച്ചയാണെന്ന് പറഞ്ഞ് ഉറപ്പിക്കേണ്ട ഗതികേട് ഈ സുഗുണനില്ല. ഈശ്വര, ഇതൊക്കെ കേൾക്കേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായല്ലോ. മതിയായി, ജീവിച്ച് മതിയായി. ഓ. എനിക്ക് വയ്യ. ജീവിക്കട്ടെ, ഞാൻ ഇടിച്ചു മരിക്കും, ചാവട്ടെ ഞാൻ. കോടികൾ കയ്യിൽ വന്ന് മറിഞ്ഞപ്പോഴേ സുഗുണേട്ടൻ നില മറന്നുപോയി ചേച്ചി, നില മറന്നുപോയി. കോടിയോ? ഏത് കോടികള്? എനിക്ക് ഓസ്കാർ അവാർഡ് കിട്ടുമ്പോ കിട്ടുന്ന തുകയില്ലേ, 5 ഗുണം 50 കോടി രൂപ. അത് ഓസ്കാർ അവാർഡോ? 5 കോടി 50 കോടിയോ? ഏത് കോടി? എവിടുത്തെ കോടി? എന്ത് വടി ഈ പറയുന്നേ? സുഗുണേട്ടാ, ഞങ്ങള് കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് ചിന്തിച്ച് അതിന്റെ പെശകാണ്. ഘട്ടം ഘട്ടമായിട്ട് മതി അവാർഡ് അല്ലേ. ആദ്യം ലോക്കൽ അവാർഡ്. എന്താണ് നിനക്ക്? ഇത് acting, അഭിനയം, അഭിനയോ? രണ്ടുപേർക്കും കുഴപ്പമായോ? ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. കണ്ടാടി, ഇതാണ് സമൂഹം, കലാകാരനെ തിരസ്കരിക്കുന്ന സമൂഹം. ഭ്രാന്ത് പോലും. ആരാ? ഞാൻ ദിലീപ് കുമാർ. ഓ, അങ്ങനെ ഒരു നടനുണ്ടായിരുന്നല്ലോ ഹിന്ദിയില്. ആഹാ, ഞാൻ സംവിധായകനാ. മേഡത്തെ ഒന്ന് കാണാൻ വന്നതാ. ഏത് മാഡം സാറേ? റാണി മേഡത്തിന്റെ അനിയത്തി സതി മേഡം. സതിക്കുഞ്ഞ് ഇവിടെ ഇല്ലല്ലോ. അയ്യോ, ബിരിയാണി ചീത്തയാവൂല്ലോ. ബിരിയാണി ചീത്തയാവുന്നോ? അതെ, മേഡത്തിന് വാങ്ങിച്ചോണ്ട് വന്നതാ. മേഡം എന്താ? അല്ല, മേഡം
ഓ എന്നെയാണോ മാഡം വിളിച്ചത്? അതെ. ഞാൻ മാഡം തന്നെ, ഈ വീട്ടിലെ പ്രധാന മാഡം. അപ്പം മാഡം വിചാരിച്ചാ നടക്കും. ഇതങ്ങ് പിടിക്കണം. ചിക്കൻ ബിരിയാണിയാ. 2 ചിക്കൻ ബിരിയാണിയും 1 ഫ്രൈയും. ഇതെന്തിന്? എന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വെക്കാൻ റാണി മാഡത്തിനോട് മാഡം പറയണം. ആ അത് ശരി. ഓ അതിനാണോ ഈ ബിരിയാണി? ഫ്രൈയും ഉണ്ട്. ആ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞ റാ കേക്കും. റായോ? ആ റാ. എല്ലാരും റാണി എന്ന് വിളിക്കും, ഞാൻ റാ എന്നേ വിളിക്കൂ. സ്വാതന്ത്ര്യമുള്ളവർക്ക് എന്തും വിളിക്കാലോ. ഞാൻ റായോട് പറയാം, റെഡിയാക്കാം. പക്ഷേ ഈ അത്തപ്പാടി ഐറ്റംസ് ഒന്നും പോരാ. കൊണ്ടുവരാം. എന്ത് വേണോന്ന് പറഞ്ഞാ മതി, എത്തിക്കാൻ ഞാൻ. ഒരു കാര്യം ചെയ്യാം, ഇവിടെ വരണ്ട, അത് ശരിയല്ലല്ലോ. ദിലീപിന്റെ കാർഡുണ്ടോ? ഓ ഉണ്ട്. ഞാൻ വിളിക്കാം കേട്ടാ. അയ്യോ ഈ പേന കൊള്ളാം. ആണോ? അയ്യോ. പിന്നെ ഈ ബിരിയാണി കൊണ്ടുവന്ന സ്ഥിതിക്ക് എന്റെ കയ്യിൽ ഇരിക്കട്ടെ. അപ്പൊ സാറ് ചെല്ല്, ഞാൻ വിളിക്കാം. ശരി, വളരെ ഉപകാരം, നന്ദിയുണ്ട്. ഓ നന്ദിയൊന്നും വേണ്ട, വലിയ ഡയറക്ടർ ആകുമ്പോ മറക്കാതിരുന്നാ. ഇല്ല മാഡം, ഞാൻ മറക്കില്ല. നന്നായിരിക്കട്ടെ. സാറ് ദിലീപ് ചെല്ല്. ശരി. ഓ അയ്യോ അമ്മ വല്ലതും തരണേ സാറേ, വല്ലതും തരണേ. അമ്മ സാറേ വല്ലതും തരണേ. കാഴ്ചക്ക് ഒരു കുഴപ്പമില്ലല്ലോ, നല്ല തടി ആരോഗ്യമുണ്ട്. പോയി വല്ല ജോലി ചെയ്ത് ജീവിക്കണോ? അല്ല സാറേ, അത് വല്ലതും തന്നെ. സാറേ ഒന്നും കഴിച്ചില്ല സാറേ. എവിടെയോ എന്തോ ചില ഫാൾട്ടുകൾ പറ്റുന്നടിയായി. ഒന്ന് പട്ടിണി കിടന്ന് ശരീരമൊക്കെ ഒന്ന് മെലിയിച്ചെടുത്താലോ സുഗുണേട്ടാ? ഒരു നേരം പട്ടിണി കിടന്നാ ശരീരം മെലിയോ? 1 മാസമെങ്കിലും പട്ടിണി എടുക്കേണ്ടി വരും. അല്ല, 1 മാസമൊക്കെ ആഹാരം കഴിക്കാതെ ജീവിക്കാന്ന് വെച്ചാ. ആഹാരം കഴിച്ചില്ലെങ്കിൽ എന്ത് അവാർഡ് കിട്ടുമല്ലോ. അതുമല്ല, സുഗുണേട്ടനല്ലേ പറഞ്ഞത് സിനിമാ താരങ്ങൾക്കും കഥാപാത്രങ്ങൾക്കും വേണ്ടി എന്ത് ത്യാഗം ചെയ്യുമെന്ന്? അതൊക്കെ ശരി തന്നെ, എന്നാലും പട്ടിണി. അല്ല, സുഗുണേട്ടൻ പ്രയാസാണെങ്കിൽ വേണ്ട, ഞാൻ കിടക്കാം, പട്ടിണി കിടക്കാം. ഇപ്പൊ വരാവേ. പട്ടിണി വേണ്ട, പട്ടിണി കിടക്കാം. കഥാപാത്രമല്ലേ വലുത്, അല്ലാതെ ഈ പാത്രം അല്ലല്ലേ. 500 രൂപ ഒരു പാസിംഗ് ചെയ്യാം. എന്താ പാസിംഗ് എന്ന് വെച്ചാ നായകനും നായികയും കൂടി റോഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവരുടെ അപ്പുറത്തു കൂടി ഒരു പൊതുജനത്തിന്റെ പാസിംഗ്. നടന്നു പാസിംഗ്, അല്ലെങ്കിൽ സൈക്കിൾ പാസിംഗ്. അയ്യോ ചേട്ടാ, 500 രൂപയ്ക്ക് വെറും ഒരു പാസിംഗോ? അല്ല, 3 പാട്ടും 4 സ്റ്റണ്ടും ക്ലൈമാക്സ് ഡയലോഗ് ഉൾപ്പെടെ തരാം 500 രൂപയ്ക്ക്. കാര്യം എന്റെ അനന്തരവളാണെങ്കിലും ദേ ഇപ്പൊ അവള് ലോക പ്രശസ്ത. ആ ഒരു നിലയും വിലയൊക്കെ മനസ്സിലാക്കിക്കോണം. ഒരു ഭിക്ഷക്കാരനായിട്ടെങ്കിലും. അതിനൊക്കെ ആളായി പോയി. സുഗുണനായതില്ല മുഖ്യ ഭിക്ഷക്കാരൻ. ശാരദ, നീ 2 വറ്റെടുത്ത് തലയ്ക്ക് ഒഴിഞ്ഞ് കള. അല്ല, ഞാൻ അറിയാതെ കൊതി വിട്ടു പോകൂലേ. കൊതി പറ്റിയാ കഴിക്കുന്നവർക്ക് ദഹനക്കേട് വരും. ചോറ് തലയ്ക്ക് ഒഴിഞ്ഞു കഴിഞ്ഞാൽ കൊതി ദേഹത്ത് പിടിക്കൂല. നീ അങ്ങ് കള. സുഗുണേട്ടന് പട്ടിണി ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? എനിക്ക് ഭയങ്കര വിൽ പവറാണ്. പിന്നെ നമസ്തേന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ, അതിന്റെ ഒരു വാട്ടം. ദിവസവും ഉച്ചയ്ക്ക് വയറിലോട്ട് ചോറ് ചെന്നിരുന്നല്ലേ. ഇതിപ്പോ ഒരു മാറ്റം വന്നപ്പോ വയറ് നമ്പരന്നിരിക്കുകയാണ്, അതിന്റെ ഒരു ട്രാവല്. സുഗുണേട്ടന് കൺട്രോള് കിട്ടുന്നില്ല അല്ലേ? ഞാൻ ആത്മസംയമനം ശീലിക്കുകയാണ്, ആത്മസംയമനം. എന്നാലേ മറ്റുള്ളവർ ആഹാരം കഴിക്കുന്നത് ശ്രദ്ധിക്കാതെ മാറി നിൽക്കുവാണെങ്കിൽ കൺട്രോൾ കിട്ടും. അങ്ങനെ കൺട്രോൾ വന്നിട്ടൊന്നും കാര്യമില്ല. പ്രലോഭനങ്ങളുടെ നടുവിൽ നമ്മൾ നിഷ്കാമ കർമ്മനായിട്ട് നിൽക്കണം, എന്നാലേ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റുള്ളൂ. ഇത് പിന്നെ ആദ്യ ദിവസം ആയതുകൊണ്ടാണ് ആഹാരം കാണുമ്പോ ഈ കൊതിവെള്ളം വരുന്നത്.
ക്രമേണ അത് പറ്റും. പിന്നെ കുറെ ദിവസം കഴിഞ്ഞ ആഹാരം കണ്ടാ ഉണ്ടല്ലോ, ഛർദിക്കാൻ വരും, ഛർദിക്കാൻ വിരക്തനാവും. ഒരു സന്യാസ ലെവൽ. അയ്യോ, ഒരു നേരം പട്ടിണി ഇരുന്നപ്പോഴേ എന്തു വലിയ കാര്യങ്ങളാ സുഗുണേട്ടൻ സംസാരിക്കുന്നത്. നീ ഒരല്പം ചോറൂടെടുത്ത് കഴിക്കേ, അല്ലെങ്കിൽ തന്നെ ഈ ചിക്കൻ കാലെടുത്ത് അങ്ങോട്ട് കാടിക്ക് വേർക്കി വലിച്ച് തിന്നേ. സുഗുണേട്ടന് നന്നായിട്ട് കൊതി വരുന്നുണ്ടല്ലേ. ഞാൻ ആഹാരം കഴിക്കുന്നത് കാണുമ്പോ ഒരു അല്പം ആശ്വാസം കിട്ടുന്നുണ്ടല്ലേ. ഏയ്, ഞാൻ പറഞ്ഞില്ലേ, പ്രലോഭനങ്ങളുടെ നടുവിൽ എനിക്ക് നിഷ്കാമ കർമ്മിയാവണം. കഴിക്കാം. സുഗുണേട്ടന് വേണ്ടി ചിക്കനും ചോറും ഞാൻ എത്ര വേണമെങ്കിലും കഴിക്കാം. ദേ കണ്ടോണേ, കണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കൊള്ളാം കൊള്ളാം. ഏയ്,